നമസ്കാരം ചെൽസി ഫാൻസ്, വാട്സ്ആപ്പ് വാട്ട് ന്യൂസ്. എൻ്റെ പൊന്നു മച്ചനെ, എന്ത് കളിയാണ് നമ്മൾ കണ്ടത്. 3-1 ലീഡ്സിനെ നമ്മൾ തോപ്പിച്ച കളി. ഓഫ്, ഇതിപ്പോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വെളുപ്പിന് 3:45. ഇതിപ്പോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ 4:15. അതാണ് ഈ കണ്ടത്. വെളിച്ചമൊക്കെ ഉണ്ടാവും, മറ്റേ മുഖമൊക്കെ ഇരിക്കുന്നുണ്ട്, ഉറക്കത്തിന്റെ ഒരു ഫീല്. പക്ഷേ ഇതുപോലെയാണ് ചെൽസി കളിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ, ഇതുപോലെയുള്ള പെർഫോമൻസ് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ മച്ചാനെ ഞാൻ ഉറക്കം ഒളിച്ചിരുന്ന് കാണാം. കാരണം അങ്ങനെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എവിടെ നിന്ന് തുടങ്ങും, എവിടെ അവസാനിക്കും, എന്തിനെക്കുറിച്ച് ആദ്യം സംസാരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് സംസാരിക്കാൻ. പക്ഷേ ഇന്നത്തെ മത്സരത്തിന് ശേഷം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. യെസ്, വി ആർ ദ ടൈറ്റിൽ കണ്ടന്റേഴ്സ്. കണ്ടന്റേഴ്സ് എന്ന് ഞാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ള സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല. മാഞ്ചസ്റ്റർ സിറ്റി തന്റെ മോജോ തിരിച്ച് കണ്ടെടുത്തു. ലിവർപൂൾ ഇഞ്ചുറി ഉണ്ടെങ്കിൽ തന്നെയും ഒരു ശക്തമായ ടീമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണെങ്കിലും അവരിപ്പോ ടോപ്പ് 4 സിറ്റുവേഷനിൽ നിൽക്കുന്നു. ടോട്ടൻഹാം ജോസെ മൊറീനോയുടെ ഒരു സീരിയൽ വിന്നറാണ് നമുക്കുള്ളവരെ അറിയാം. പക്ഷേ ഇതിലെല്ലാം ഉപരി വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ടീംസ് ഈസ് ചെൽസി. വാട്ട് എ പെർഫോമൻസ്. ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് ലൈനപ്പ് ആയിരുന്നു. ആൻഡ് എന്റെ ലൈനപ്പ് തന്നെ പ്രിഡിക്റ്റഡ് ആയി, എക്സെപ്റ്റ് വേർണർ കേം ഇൻ ഫോർ പുളിസിക്. ആൻഡ് ഫ്രണ്ട് 3 വാസ് വേർണർ ആൻഡ് വി സ്റ്റാർട്ടഡ് ജിറു, സിയച്ച്. പിന്നെ മിഡ് 3 കാണ്ടെ, കായ് ഹാവേർട്സ് ആൻഡ് മേസൺ മൗണ്ട് ആൻഡ് ദ സിമിലർ ബാക്ക് ഫൈവ്. എനിക്ക് തോന്നുന്നു ലൈനപ്പ് ഫ്രം എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടുമായിരുന്നു. നല്ലൊരു അനാലിസിസ് ലൈനപ്പ് ആയിരുന്നു. ആൻഡ് ഗെയിം തുടക്കത്തിൽ തന്നെ നമ്മളൊരു കിടു പാസ് സിയച്ചിന് 47ാമത്തെ സെക്കൻഡിൽ സിയച്ച് കൺട്രോൾ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഗോൾ കീപ്പർ തടുത്ത് സേവ് ചെയ്യുന്നു, ഒരു കോർണർ പോകുന്നു, ആ കോർണർ എടുക്കുന്നു ആൻഡ് വി ഓൾമോസ്റ്റ് കൺവേർട്ട് എ ഗോൾ. ആവുന്നില്ല. പക്ഷെ ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ അറ്റാക്കിൽ ലീഡ്സ് ഫിലിപ്സിന് ഒരു പാസ് കൊടുക്കുന്നു. ആൻഡ് ഫിലിപ്സിന്റെ ഒരു ജെം ഓഫ് എ പാസ് ടുവേർഡ്സ് ബാംഫോർഡ്. ഒരു സ്ലൈറ്റ് ജഡ്ജ്മെന്റ് മിസ്റ്റേക്ക് ബൈ എഡ്വാർഡ് മെൻഡി. ഒരു പേസ്, സാധാരണ സൂമയുടെ പേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, പക്ഷെ ഒരു പേസ് ഒരു പൊട്ടിക്ക് സ്ലോ ആയ സൂമ ആൻഡ് ഒരു ചെറിയ മിസ്കാൽക്കുലേഷൻ. ബാംഫോർഡ് അത് കീപ്പറിനെതിരെ എടുക്കുന്നു. ഹി സ്കോർസ്. ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ഹൈ ഒക്ടേൻ. നമ്മുടെ ടെന്നീസ് കാണില്ല, അതുപോലെ മാറ്റി മറിച്ച്. പിന്നെ ചെൽസി വിട്ടില്ല, അങ്ങോട്ട് നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി, കോർണറിൽ ജിറു ഹെഡ് ചെയ്യുന്നു. ആ ബോൾ പോസ്റ്റ് അല്ലെങ്കിൽ ഗോളിലേക്ക് ഇങ്ങനെ പോണു എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും വേണർ കാല് വെക്കുന്നു. ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ തട്ടുന്നതിന് പകരം ഇവിടെ തട്ടി ബോൾ തിരിച്ചു വരുന്നു. പിന്നെ പുള്ളിക്കാരൻ കിക്ക് ചെയ്ത് നോക്കണം, അത് പോസ്റ്റിൽ അടിക്കുന്നു, തിരിച്ചു വരുന്നു, നോ ഗോൾ. ഞാൻ ചാടിത്തുള്ളുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്താ ഗോൾ ആവാത്തെന്നുള്ളത്. എന്നാലും ചെൽസി വിട്ടില്ല, അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. ദർ വാസ് എ വെരി ഗുഡ് ഗെയിം. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാനുണ്ട്. ലീഡ്സിന്റെ പൊതുവെ ഹൈ പ്രസിംഗ്, ഹൈ ഇന്റൻസ് ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡ്സ് കുറെ കൂടെ ത്രെറ്റനിങ് ആയിട്ട് നമുക്ക് തോന്നുകയുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അവർ ത്രെറ്റനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ അത്രത്തോളം ത്രെറ്റനിങ് ആയിരുന്നില്ല. നമ്മൾ അവർ അത്യാവശ്യം കൗണ്ടറിലൊക്കെ ബ്രേക്ക് ചെയ്യുകയുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫ് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ 1-2 ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ മിസ്ഡ് ചാൻസസിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫ് എൻഡ്സ് ഇൻ എ ഡ്രോ. ആൻഡ് ഫസ്റ്റ് ഹാഫിന്റെ തുടക്കം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ എനർജിയൊക്കെ കുറയുന്നു, ലീഡ്സിന്റെ ഇന്റൻസിറ്റി കുറയുന്നു, നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ പതുക്കെ തിരിച്ചു വരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു, അതിമനോഹരമായിട്ട് നമ്മൾ ഗെയിം കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ചെൽസിയുടെ പെർഫോമൻസ് വാസ് ബ്രില്യൻ. നമ്മൾ മനോഹരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തു. അധികം ലീഡിന് ഓപ്പൺ ആയിട്ട് ചാൻസസ് കൊടുത്തില്ല. ആൻഡ് നമ്മൾ കുറെ കൂടെ ചാൻസ് എടുക്കുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാറ്റ്സിൽ നമുക്ക് നോക്കാം. ത്രൂ ഔട്ട് ദ ഗെയിം ചെൽസിയുടെ എക്സ്പെക്ടഡ് ഗോൾ വാസ് 4.35 ആൻഡ് ലീഡ്സിന്റെ എക്സ്പെക്ടഡ് ഗോൾ വാസ് 0.97. അതായത് ലീഡ്സ് എക്സ്പെക്ട് ചെയ്ത് ഒരു ഗോളെ സ്കോർ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ചെൽസി 4.5 ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ 1-2 മനോഹരമായ ഒരു അവസരം സൂമയ്ക്ക് ക്ലീൻ ആയിട്ടൊരു ഹെഡർ, അത് സ്കോർ ചെയ്തു. പിന്നെ ഒരു അവസരം ജിറുവിന് കിട്ടി, അത് പുള്ളിക്കാരന് സ്കോർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സൂമയുടെ ഹെഡർ വാസ് കിടു. പാമ്പാടി രാജൻ ഉയർന്നെഴുന്നേറ്റ് കട്ടാന്നും പറഞ്ഞ ഒരു അടി. അതോടെ നമ്മൾ 2-1 ലീഡ് ചെയ്യുന്നു. നമ്മൾ പതുക്കെ ഗെയിം കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. വീണ്ടും ഒരു കോർണർ കിട്ടുന്നു.
ജിറു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് ലോൺ ചാൻസ് അതൊക്കെ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ജിറു കൺവേർട്ട് ചെയ്യേണ്ടതാണ് ഗോളായിട്ട്. കൺവേർട്ട് ആയിട്ടില്ല. പിന്നെ ഒരു അവസരം വേണറിന് കിട്ടുന്നു ആൻഡ് വേണർ വാസ് ഔട്ട് ഓഫ് ടച്ച്. കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഇതിന് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പേസും ഇന്റൻസിറ്റി ആയിട്ട് ഒത്തുചേരാൻ വരുന്ന സമയം എടുക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. ആൻഡ് വേണർ ഒരു ഷോട്ട് എടുക്കുന്നു, 1-on-1 വേഴ്സസ് ഗോൾ കീപ്പർ. അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഗോസ് ഓഫ്. ശരിക്കും ആ സമയത്ത് വി ഷുഡ് ഹാവ് ബീൻ അറ്റ്ലീസ്റ്റ് ബീൻ 3-1 ആ ഒരു സമയം കൊണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ കളിയുടെ ഈ സമയം പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങുന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ നേരെ തിരിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വീണ്ടും കൊണ്ടുപോവാണ്. ഐ എം സോറി, നമ്മൾ സെക്കൻഡ് ഹാഫ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ ഫസ്റ്റ് ഹാഫിലേക്ക് കൊണ്ടുപോവാണ്. ഫസ്റ്റ് ഹാഫിൽ 1-2 അടിപൊളി പോച്ചിങ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എന്താണ് പോച്ചിങ് മൊമെന്റ്സ്? അവർ ബാക്കിൽ നിന്ന് പാസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഓടി അത് പോച്ച് ചെയ്യുന്ന എടുക്കുന്നു. ആൻഡ് അതിലൊരു ചാൻസ് ജിറുവിന് മനോഹരമായ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അത് ഓഫ് ടാർഗറ്റ് ആയിപ്പോയി. അവിടെ നമ്മളൊരു മനോഹരമായ ചാൻസ് മിസ് ചെയ്തു. നൗ കമ്മിങ് ബാക്ക് ടു സെക്കൻഡ് ഹാഫ്, വേണർ ആ ചാൻസ് മിസ് ചെയ്യുന്നു. ലീഡ്സ് പതുക്കെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അധികം ഷോട്ട്സ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് നമ്മളൊരു കിഡിലൻ കൗണ്ടർ റൈറ്റ് സൈഡിൽ വേണർ, അതും കോവച്ചിച്ച്. കോവച്ചിച്ചിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ 64-ാമത്തെ മിനിറ്റിലാണ് ലാംപാർഡ് നടത്തിയത്. കിഡു സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ടൈമിൽ. കാരണം കായ് ഹാവർട്സ് അത്രത്തോളം മനോഹരമായിട്ട് കളിച്ചില്ല. പുള്ളിക്കാരന്റെ ഫസ്റ്റ് ടച്ച് 1-2 പാളിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ടച്ചാണ് നമുക്ക് സൗത്ത് ഹാംപ്ടനെതിരെ ഒരു ഗോൾ വഴങ്ങാൻ ആയിട്ട് ഇടയുണ്ടായത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടച്ച് അത്രയ്ക്ക് മനോഹരമായിരുന്നില്ല. ആൻഡ് പുള്ളിക്കാരൻ പറയുന്ന പോലെ ഇന്റൻസിറ്റിയും ഫിസിക്കാലിറ്റിയും ആയിട്ട് ഒത്തുവരുന്നില്ല. ജിറു പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ദിസ് വാസ് ദ മോസ്റ്റ് ടഫസ്റ്റ് ടീം ഹി ഫേസ്ഡ് ഫിസിക്കലി. അവരെല്ലാ സ്ഥലവും ഓടുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കളിയിൽ കായ് ഹാവർട്സിന്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് അത്രത്തോളം കണ്ടില്ല. 1-2 മിനുങ്ങുന്ന ചാൻസസ് നമ്മൾ കണ്ടു, പക്ഷെ ലാംപാർഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ കായ് ഹാവർട്സ് വാസ് ബ്രില്യന്റ്. ആൻഡ് കോവച്ചിച്ച് വരുന്നു, മിഡ്ഫീൽഡ് മച്ചാൻ കിടിലായിട്ട് കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് മൂന്നാമത്തെ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കോവച്ചിച്ച് തന്റെ പകുതിയിൽ നിന്ന് ആ ബോൾ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആൻഡ് ഹി ഗിവ്സ് എ പാസ് ടു വേണർ. നൗ ഇൻട്രസ്റ്റിംഗ്ലി റൈറ്റ് വിങ്ങിൽ വേണർ കളിക്കുമ്പോഴത്തേക്കും മനോഹരമായിട്ട് കളിക്കേണ്ട. ആൻഡ് ഹി വാസ് ഫോഴ്സ്ഡ് ടു പ്ലേ ദർ. കാരണം സിഎച്ചിന്റെ അൺഫോർച്ചുനേറ്റ് ഇഞ്ചുറി, എനിക്ക് തോന്നുന്നു ഒരു 2 to 3 weeks സിഎച്ച് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ഇറ്റ്സ് എ സീരിയസ് ഇഞ്ചുറി അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കെൻഡ് വി ക്യാൻ സീ ഹിം, ഹോപ്പ്ഫുള്ളി, ഫിംഗേഴ്സ് ക്രോസ്ഡ്. സിഎച്ച് വന്നോടെ പുളിസിക് വന്നു ആൻഡ് പുളിസിക് ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ് വിങ്, പുളിസിക്കിന്റെ സ്ഥാനമായിട്ട്. ആൻഡ് വേണർ ഷിഫ്റ്റഡ് ടു റൈറ്റ് വിങ്. ആൻഡ് റൈറ്റ് വിങ്ങിൽ വേണറിന് കിഡിലായിട്ട് കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഓടാൻ, തന്റെ പേസ് യൂട്ടിലൈസ് ചെയ്യാൻ. ആൻഡ് ആ പേസ് യൂട്ടിലൈസ് ചെയ്തു. കൗണ്ടർ അറ്റാക്ക്, ക്രോസ് ടു പുളിസിക് ആൻഡ് വാട്ട് എ ഗോൾ. 3-1 വി സീൽ ദ ഗെയിം. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ലീഡ്സ് ഫസ്റ്റ് ഹാഫ് നോക്കാൻ നേരത്തെ ഇറ്റ് വാസ് 50-50. ലീഡ്സ് വാസ് പ്ലേയിങ് റിയലി വെൽ. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അതൊരു 50-50 ആയിരുന്നില്ല. 70% ഫ്രം ചെൽസി, 30% ഫ്രം ലീഡ്സ്. അതും ആർസണലിനെ ഞെട്ടി വിറപ്പിച്ച ഒരു ലീഡ്സ് യുണൈറ്റഡ്, എവർട്ടനെ മുട്ടുകുത്തിച്ച ഒരു ലീഡ്സ് യുണൈറ്റഡ്, സിറ്റിക്കെതിരെ ഡ്രോ ചെയ്തൊരു ലീഡ്സ് യുണൈറ്റഡ്. നൗ സിറ്റിക്കെതിരെ ഒരു ചെറിയ എക്സ്ക്യൂസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം സിറ്റിയും നമ്മളെ പോലെ പ്രീ സീസൺ ഒന്നും ഇല്ലാണ്ട് ടീം ഷേപ്പായി വരികയായിരുന്നു. പക്ഷെ എന്നാലും സിറ്റിക്കെതിരെ ഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ ഒരു ലീഡ്സ് യുണൈറ്റഡിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് മാത്രം തന്നെ നമുക്ക് തല ഉയർത്തി പറയാം, യെസ്, ചെൽസി ഈസ് എ ടൈറ്റിൽ കണ്ടൻഡർ. പിന്നെ ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ ഇന്റൻസിറ്റിയിൽ കമന്റേറ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി കമന്റേറ്റേഴ്സ്, ചെൽസി ലീഡ്സ് ടീമിനെക്കാട്ടിലും 6 കിലോമീറ്റർ കൂടുതൽ ഓടി. ആൻഡ് ദാറ്റ് വാസ് ഇൻ ടോട്ടൽ. ആൻഡ് പ്രീമിയർ ലീഗിൽ നമ്മളാണ് ആദ്യത്തെ ടീം അത്രത്തോളം കൂടുതൽ ഓടുന്നത്, വിച്ച് സ്പീക്സ് എ ലോട്ട് അബൌട്ട് ആർ സ്റ്റാമിന. ആൻഡ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ നമ്മുടെ പൊസിഷൻ ചെൽസിക്ക് കുറവായിരുന്നു, പക്ഷേ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആൻഡ് ഷോട്ട്സ് എടുത്ത് നോക്കി, 22 ഷോട്ട്സ്, 9 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് വേഴ്സസ് ലീഡ്സ് 3 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 8 ഷോട്ട്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ്സിന് അധികം ഓപ്പൺ പ്ലേന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല. ലീഡ്സിനും അത്യാവശ്യം 1-2 ചാൻസസ് ഉണ്ടായിരുന്നു, അവർ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അത്രത്തോളം ഓപ്പൺ ആയിട്ടുള്ള ചാൻസ് ലീഡ്സിന് ഉണ്ടായിട്ടില്ല. ആൻഡ് ടു സ്പീക്ക് ഓഫ് ദാറ്റ്, നമുക്ക് പ്ലെയർ റേറ്റിംഗിലേക്ക് വരാം. ആൻഡ് സൂമ ആൻഡ് സിൽവ വാസ് ബ്രില്യന്റ്. നമ്മുടെ പാമ്പാടി രാജനും നമ്മുടെ കമാൻഡർ ജനറലും കിഡിലുമായിട്ട് കളിച്ചു. ചിൽവൽ വാസ് ഗുഡ്. റീസ് ജെയിംസ് വെറുതെ മറ്റേ റീസ് ജെയിംസിന് ഞാൻ പുതിയ പേരിട്ടു, കാളഭൈരവൻ. പുള്ളിക്കാരൻ അവിടെ കട്ടയ്ക്ക് നിന്നു. ഒരു ബാംഫോർഡ് അവൻ്റെ കൂടെ മൽപ്പെടുത്തിട്ട് പോയി, ബാംഫോർഡിനെ വലിച്ചെടുത്തവൻ എടുത്ത് കളഞ്ഞു. ആൻഡ് കാണ്ടെ വാസ് ഗ്രേറ്റ്. മൗണ്ട് പെർഫോമൻസ് കിട്ടുമായിരുന്നു. ഇൻഫാക്ട് മൗണ്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, 65 ടച്ച്, 26 കംപ്ലീറ്റഡ് പാസ്, 7 കീ പാസ്. മൗണ്ടിന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു.
ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ആരാന്ന് ചോദിച്ചാൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇറ്റ് ഹാസ് ടു ബി ഐദർ കാണ്ടെ ഓർ മൗണ്ട്. ആൻഡ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇറ്റ് വാസ് മൗണ്ട്. മൗണ്ടിന്റെ ഓവർ ഓൾ പെർഫോമൻസ്, കാരണം കൈ ഹാവർട്സ് ആദ്യ പകുതിയിൽ അത്രയ്ക്ക് മനോഹരമായിട്ട് കളിക്കാത്തത് കൊണ്ട് ആ ഒരു എക്സ്ട്രാ ബേർഡൻ തീർച്ചയായിട്ടും മേസൺ മൗണ്ടിന്റെ ചുമതലകളിൽ വീണു. ആൻഡ് പുള്ളിക്കാരൻ മനോഹരമായിട്ട് കളിക്കുകയുണ്ടായി. ആൻഡ് ജിറുവിന്റെ ഫിനിഷ് വാസ് ക്ലാസ്. താൻ സ്റ്റാർട്ട് ചെയ്തതിന് 100% ഡിസേർവ്ഡ് ആണെന്ന് കാണിക്കുകയുണ്ടായി ജിറു. ആൻഡ് വാട്ട് ആൻഡ് ഓവറോൾ ടീം പെർഫോമൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് മാച്ച് റിയാക്ഷൻ ആണ്. അപ്പൊ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ കുറെ പോയിന്റ്സ് പറയുന്നത്. എന്തെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ആസ് യൂഷ്വൽ നിങ്ങൾ കളി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ്, തോട്ട്സ് ഷെയർ ചെയ്യാം. ആൻഡ് മച്ചാനെ, ഇനി വരാൻ പോകുന്ന കളികൾ അടിപൊളിയായിട്ടായിരിക്കും നമുക്ക് കാണാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻ.